ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങാക്കറിയാണ്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: വലിയൊരു മാങ്ങ ചെറുതായി അരിഞ്ഞത്, വലിയൊരു കഷ്ണം ഇഞ്ചി, പച്ചമുളക് എരിവിനനുസരിച്ച്, കറിവേപ്പില, ചെറിയൊരു കഷ്ണം സവാള, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ ആവശ്യത്തിന്, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, തേങ്ങാപ്പാൽ 1 കപ്പ്, താളിക്കാൻ ആവശ്യമായത് വറ്റൽമുളക് 3-4 എണ്ണം, ചുവന്നുള്ളി 3-4 എണ്ണം, കടുക് 1/2 ടീസ്പൂൺ. ഇനി ഫ്രൈയിങ് പാനിലേക്ക് മാങ്ങ, സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ഇനി എണ്ണയും കൂട്ടി നന്നായി തിരുമുക. ഈ ചേരുവകളെല്ലാം നന്നായിട്ട് ചേർത്ത് തിരുമ്മി ഒരു 5 മിനിറ്റ് വെക്കുക. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങാപ്പാൽ ഒഴിച്ച് മാങ്ങ വേവിക്കുക. ഇനി മാങ്ങ വെന്തോന്ന് നോക്കാം. ഇപ്പം മാങ്ങ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് താളിച്ചിടാം. ഇപ്പം ഫ്രൈങ് പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇടുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ഇനി ഇതിലേക്ക് വറ്റൽമുളക് നുറുക്കിയിടുക. കരിവേപ്പില ഇടുക. ഇപ്പോൾ മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ഒന്നായിക്കോട്ടെ.